ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 32-ാം തിരുലിഖിതം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ, ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഈ വചനം ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധമുള്ള പ്രയാസങ്ങൾ, ഒരു ആത്മീയ ശുശ്രൂഷ പങ്കുചേരുമ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, മന്ദത, മരവിപ്പ്, വിശ്വാസരാഹിത്യം, എതിർചിന്ത, ഒരുപാട് തരത്തിലുള്ള മൂഢത, വഷള സ്വഭാവങ്ങൾ, എതിർപ്പ്, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ അന്ധകാര സേനകളും വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ജീവിതത്തിൻ്റെ നാനാവിധമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ദൈവമക്കൾ ഇതാ വചനം കേൾക്കാൻ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദാസന്മാരുടെ ആത്മാവിനെ വർഷിക്കണമേ. ഇവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷീണം, മടുപ്പ്, മന്ദത, ഓരോ തരത്തിലുള്ള പ്രതികൂലങ്ങൾ, ആത്മീയ വിരസതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വചനം കേൾക്കുമ്പോൾ തന്നെ അത് കൊത്തിപ്പെറുക്കി കൊണ്ടുപോകാൻ ഇവരെ ശല്യപ്പെടുത്തി ഇവരുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വചനം കേൾക്കുമ്പോൾ തന്നെ ആ വചനം ഇതെനിക്ക് പറ്റുകയില്ല, ഇതൊന്നും നടക്കുകയില്ല, ഇങ്ങനെയുള്ള മല്ലടിക്കുന്ന ചിന്തകൾ നൽകുന്ന എല്ലാ വിമത സ്വഭാവത്തിൻ്റെ അരിപ്പികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരുടെയും ഇവരുടെ കുടുംബത്തിൻ്റെയും പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മ സംഘങ്ങളെയും അന്ധകാരപ്പെടുകളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ഇത് ഹഗ്ഗായി പ്രവചനത്തിൽ കർത്താവ് തൻ്റെ ദാസനിലൂടെ ജനത്തിന് നൽകുന്ന നിർദ്ദേശമാണ്. ഹഗ്ഗായി പ്രവചനത്തിൽ 1-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഈ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ദൈവം ആവശ്യപ്പെടുകയാണ്. എന്താണ് ഈ സ്ഥിതിയുടെ പ്രത്യേകത? ലഭിക്കുന്നത് മുഴുവൻ ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. കൂലി ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. അത് ഉപകാരപ്പെടുന്നില്ല. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്ത്. നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചു, അല്പമാത്രം നേട്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്,
ഇതാ നിങ്ങൾ പുതയ്ക്കുന്നു, എന്നാൽ കുളിര് മാറുന്നില്ല. ഭക്ഷണം കഴിക്കുന്നു, എന്നാൽ ഒന്നിലും ഒരു തൃപ്തിയില്ല, ഒരു സംതൃപ്തിയില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, ഒരു ഉയർച്ചയില്ല. ജീവിതത്തിൻ്റെ ഒരു സുഖം, ജീവിതത്തിൻ്റെ ഒരു വളർച്ച, ജീവിതത്തിൻ്റെ നന്മ, ഇതെല്ലാം കൈവിട്ടു പോയ ഒരന്തരീക്ഷം. ഈ ഒരു കാര്യം ദൈവം എടുത്ത് ജനത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. എന്നിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് കർത്താവ് തുടർന്നുള്ള വചനങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ, സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ. ഈ ജനം മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ വംശത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ആലയം അവിടെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തെ ഗൗനിക്കാതെ ഓരോരുത്തരും താങ്കളുടെ കുടുംബത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് ഇവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറുന്നില്ല. അവരുടെ ദേശത്ത് തകർന്നു കിടക്കുന്ന ദേവാലയം അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ അധ്വാന മേഖലകളിൽ നിഴൽ പരത്തുകയാണ്, ഇരുൾ വീഴ്ത്തുകയാണ്. ഇതാ കർത്താവ് അവർക്ക് പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും കർത്താവ് പുറം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇവർക്കൊരു നന്മയും ലഭിക്കുന്നില്ല. അധ്വാനിക്കുന്നു, ഗുണം കിട്ടുന്നില്ല. ഇതാണ് ഇവരുടെ നെറ്റ് റിസൾട്ട്. അധ്വാനിക്കുന്നു, ഗുണം കിട്ടുന്നില്ല. ഇത് നമ്മൾ വായിക്കുന്നത് തുടർന്നുള്ള വചനത്തിലാണ്. ഹഗ്ഗായി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം തിരുലിഖിതങ്ങൾ, അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല, ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനങ്ങളിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. ഒരു വരണ്ട പ്രകൃതി, ഒരു കുരുട്ട് സ്വഭാവം മനുഷ്യരിൽ രൂപപ്പെടുകയാണ്. കന്നുകാലികളിലും പ്രകൃതിയിലും മഞ്ഞിലും കാലാവസ്ഥയിലെല്ലാം ഇതാ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ വിപരീത സ്വാധീനം വരികയാണ്. കർത്താവ് പുറം തിരിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എല്ലായിടത്തും ഒരു വരണ്ട, ഒരു വരൾച്ച, ഒരു വറുതി എല്ലായിടത്തും അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വിഷയം എന്ത്? നമ്മുടെ ചില പാപങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് പുറം തിരിഞ്ഞു നിൽക്കാൻ തക്കവണ്ണം നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തെ ഉലയ്ക്കുന്നു എന്നല്ലേ സത്യം. ചില പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ, ചില മേഖലകളിൽ നമുക്ക് വീഴ്ച വരുമ്പോൾ സത്യത്തിൽ ദൈവം നമുക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ എവിടെ തൊട്ടാലും ഒന്നും ഗുണം പിടിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിൽ നിന്നും കൈവിട്ടു പോയതുപോലെ നമുക്ക് തോന്നാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ചില പാപങ്ങൾ ലോകത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ആ പാപങ്ങളുടെ പേരാണ് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപങ്ങൾ. ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി ദൈവത്തോട് നിരന്തരം നിലവിളിക്കുന്ന പാപങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണ് നിരപരാധരുടെ രക്തം ചിന്തുക. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1867 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങൾ ഉണ്ടെന്നും മതബോധന പാരമ്പര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആബേലിൻ്റെ രക്തം, സോദോംകാരുടെ പാപം, ഈജിപ്തിൽ ഞെരുക്കപ്പെട്ട ജനത്തിൻ്റെ വിലാപം, വിദേശികളുടെയും വിധവയുടെയും അനാഥൻ്റെയും കരച്ചിൽ, കൂലിവേലക്കാരനോട് കാണിക്കുന്ന അനീതി, ഇങ്ങനെ ഒരുപാട് മേഖലകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കത്തോലിക്ക സഭയുടെ പരമ്പരാഗതമായ മതബോധന ഗ്രന്ഥത്തിലും ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന പാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാപമാണ് നിരപരാധരുടെ രക്തം ചിന്തുക എന്നുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം. എന്താണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം? കായേൻ
ആബേലിനെ നിഷ്കരുണം വധിച്ചു. കായേൻ അവനെ കൊന്നിട്ട് ഒരു കൂസലില്ലാതെ ഒരു തൻ്റെടിയെ പോലെ ഈ ഭൂമുഖത്ത് നടക്കുകയാണ്. ഞാൻ അവൻ്റെ കാര്യത്തിൽ ഉത്തരവാദിയല്ല എന്ന മട്ടിൽ ഇതാ കായേൻ ഈ ഭൂമുഖത്ത് അങ്ങനെ വിലസി നടക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ ദൈവമായ കർത്താവ് ഇടപെട്ട് അവൻ ആയിരിക്കുന്ന അപകടകരമായ അവസ്ഥയെക്കുറിച്ച് അവന് ഒരു ചിത്രം നൽകുകയാണ്. അതാണ് 4-ാം അധ്യായം 10-ാം തിരുലിഖിതം. കർത്താവ് കായേനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഇതാണ് ദൈവം കായേനോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കായേൻ നിഷ്കളങ്കന്റെ രക്തം ചിന്തി ആബേലിനെ കൊന്ന് കുഴിച്ചു മൂടി. ഇന്ന് ആബേൽ ഇല്ല. അവന് വേണ്ടി വാദിക്കാനും ആളില്ല. അവന് വേണ്ടി ഇനി ആരും ഒരക്ഷരം മിണ്ടാനില്ല. അവനെ ഭൂമിയിൽ കുഴിച്ചു മൂടി. അവൻ മണ്ണോട് മണ്ണായി തീർന്നു. ഇന്ന് ആബേൽ ഇല്ല. കായൻ സുരക്ഷിതൻ. അവനെതിരെ ഇനി ആരും കൈവക്കാനില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണെങ്കിലും ദൈവം പറയുകയാണ്, ഇതാ ഈ കായനെതിരെ ഒരു സംഗതി ഈ ലോകത്തിലുണ്ട്. അത് ആബേലിന്റെ രക്തം. ഈ ആബേലിന്റെ രക്തം ഇപ്പോൾ ദൈവസന്നിധിയിൽ കായനെതിരെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്തം നിലവിളിക്കുന്ന രക്തമാണ്. എന്തിനു വേണ്ടി നിലവിളിക്കുന്നത്? ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി ഈ രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിഷ്കളങ്കന്റെ രക്തം ചിന്തിയ ഒരു അന്തരീക്ഷം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ രക്തം എനിക്കും നിങ്ങൾക്ക് എതിരെ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നമുക്കെതിരെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഷ്കളങ്ക രക്തം. ഒരുപക്ഷെ നമ്മുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു, അവൻ നിഷ്കളങ്കനാണ്, നിരപരാധനാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ കൊല ചെയ്യുമ്പോൾ, ആ കുട്ടിയെ കൊല ചെയ്യുമ്പോൾ നിഷ്കളങ്കന്റെ രക്തം ചിന്തുന്ന ഒരു പാപ അവസ്ഥകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, ഈ ഭൂമിയിൽ നിരപരാധരുടെ രക്തം ചിന്തിയാൽ, നിരപരാധരുടെ രക്തം നമുക്കെതിരെ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നു എന്ന് തിരുലിഖിതം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പാപം, ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന മറ്റൊരു പാപമാണ് പ്രകൃതി വിരുദ്ധമായ മോഹപാപങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിരുദ്ധമായ മോഹപാപം അത് സൊദോം ഗൊമോറ നിവാസികളുടെ പാപമാണ്. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടുത്തെ പ്രത്യേകത അവര് തമ്മിൽ ആണുങ്ങളും തമ്മിൽ പാപം ചെയ്യുന്ന രീതി അവിടെ പെരുകി. പെണ്ണുങ്ങളും തമ്മിൽ പാപം ചെയ്യുന്ന രീതി, ലൈംഗിക വൈകൃതങ്ങൾ ആ പട്ടണങ്ങളിൽ നടമാടാൻ തുടങ്ങി. ഈ ലൈംഗിക വൈകൃതങ്ങൾ നടമാടിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പാപം ആ പട്ടണങ്ങൾക്കെതിരെ ദൈവസന്നിധി നിലവിളിക്കുകയാണ്. അപ്പോൾ പാപങ്ങൾ വ്യക്തികൾക്കെതിരെ നിലവിളിക്കും, കുടുംബങ്ങൾക്കെതിരെ നിലവിളിക്കും, പട്ടണങ്ങൾക്കെതിരെ നിലവിളിക്കും, രാജ്യങ്ങൾക്കെതിരെ നിലവിളിക്കും. ഇതാ സൊദോം പട്ടണത്തിനെതിരെയും ഗൊമോറ പട്ടണത്തിനെതിരെയും ഈ പട്ടണങ്ങൾക്കെതിരെ ഈ പാപം ദൈവസന്നിധിയിൽ മുറവിളി കൂട്ടുകയാണ്. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് പറഞ്ഞു, സൊദോമിനും ഗൊമോറായ്ക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഇതാ ഞാൻ അവിടം വരെ പോവുകയാണ്. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ഇവിടെ ഒരാളുടെ രക്തം നിലവിളിക്കുന്നില്ല, കണ്ണുനീരും നിലവിളിക്കുന്നില്ല. പിന്നെ എന്താണ് നിലവിളിക്കുന്നത്? ഇവരുടെ പാപം ഇവർക്കെതിരെ നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. പാപം നിലവിളിക്കും. ഒരു വ്യക്തിക്കെതിരെ നിലവിളിക്കും, വേണ്ടി വന്ന കുടുംബത്തിനെതിരെയും വംശത്തിനെതിരെ നിലവിളിക്കും. ഇതാ ഇപ്പോൾ ഒരു പട്ടണത്തിനെതിരെ, ആ പട്ടണത്തിൽ അരങ്ങേറിയ പാപം ആ പട്ടണത്തിനെതിരെ നിലവിളിക്കുകയാണ്. ദൈവം ആ പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്.
ആ ജനത്തിന്റെ ജീവിത രീതിയെ ശരിക്കും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ഒന്നും കൂടെ പരിശോധിച്ച് നോക്കുകയാണ്. തുടർന്ന് എന്താ സംഭവിച്ചത്? സൊദോം ഗൊമോറ നിവാസികളുടെ മേൽ അഗ്നിയും ഗന്ധകവും വർഷിക്കപ്പെട്ട് അത് ചുട്ട് ചാമ്പലാക്കപ്പെട്ടു, അത് ദ്രാവകമായി അങ്ങനെ ചാവുകടലാകുന്ന വിധം അത് കത്തി ദഹിക്കാൻ ദൈവം അതിനെ നാശത്തിന് വിട്ടുകൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം നമുക്കെതിരെ നിലവിളിക്കും. നമുക്കെതിരെ പാപം നിലവിളിക്കുമ്പോൾ ആ പാപത്തിന്റെ നിലവിളിക്കനുസരിച്ച് ദൈവം നീതിയായി പ്രവർത്തിക്കുമെന്ന് വിശുദ്ധരേഖ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കണം, ഏതെങ്കിലും തരത്തിൽ ലൈംഗിക വൈകൃതങ്ങളിൽ, പ്രത്യേകിച്ച് ദൈവം അംഗീകരിക്കാത്ത വഴികൾ, ദൈവം അംഗീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വൈകൃതങ്ങളുണ്ട്, മ്ലേച്ഛതകളുണ്ട്, ദുർവൃത്തികളുണ്ട്. അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാപപ്രവൃത്തികൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനെതിരെ നിലവിളിക്കും, കുടുംബത്തിനെതിരെ നിലവിളിക്കും, സ്ഥാപനത്തിനെതിരെ നിലവിളിക്കും, പട്ടണത്തിനെതിരെ നിലവിളിക്കും. എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അങ്ങയുടെ വചനം അയച്ച് കുടുംബങ്ങളുടെ അടിത്തറകളെ വിശുദ്ധീകരിക്കണമേ, ദുർസ്വഭാവങ്ങളെ കഴുകണമേ. ദൈവമേ, നിലവിളിക്കുന്ന പാപങ്ങളിൽ പെടാതിരിക്കാൻ തക്കവണ്ണം നേർവഴിക്ക് ഞങ്ങളെ നടത്തണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ആത്മാവിനെ വർഷിക്കണമേ, കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, അഭിഷേകത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. നിറയണമേ, സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള സ്പർശിക്കണമേ, നിറഞ്ഞിടുക. എന്നെ സ്പർശിക്കണമേ. വീണ്ടും സ്നേഹം നൽകുക, ഇടപെടണമേ, ദാഹം തീർക്കുക. അരുവിയേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 139:24. കർത്താവേ, ഞങ്ങളുടെ പാദങ്ങൾ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ എന്ന് അങ്ങ് പരിശോധിച്ച് നോക്കണമേ. ഞങ്ങളെ ശാശ്വത മാർഗത്തിലൂടെ നയിക്കണമേ. Lord Jesus. തിരുവോസ്തിയേ, സ്നേഹകൂദാശയേ, ആത്മാവിലണയാത്ത തിരിനാളമേ, അകലാതെ നീ എൻ്റെ അകതാരിൽ വരണേ, നിത്യമാം ജീവന്റെ വഴിയാകണേ.
സ്നേഹകൂദാശയേ, ആത്മാവിലണയാത്ത തിരിനാളമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളെ അവിടുന്ന് അറിയുന്നവനാണ്. നിങ്ങളുടെ രോദന ഞാൻ കേട്ടു, നിങ്ങളുടെ തകർച്ച ഞാൻ കണ്ടു എന്ന് പറയുന്ന ദൈവം ഇന്ന് ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൻ്റെ രോഗങ്ങൾ, കുടുംബത്തിലെ കണ്ണുനീര്, മനപ്രയാസങ്ങൾ, കാലങ്ങളായ തടസ്സങ്ങൾ, എതിർചിന്തകൾ, പൈശാചിക പീഡകൾ, ഓരോ തരത്തിലുള്ള സംശയങ്ങൾ, എല്ലാതരം എതിർപ്പിൻ്റെ സ്വഭാവം, വിമത സ്വഭാവം, ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന അവസ്ഥ, എല്ലാ മണ്ഡലങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കൃപയാണ് വ്യത്യാസപ്പെടുത്തുന്നത്, ദൈവശക്തിയാണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. തീ കല്ലിനെ നീറവയാക്കുന്നവനായ സർവശക്തനായ ദൈവമാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. കരങ്ങൾ സർവശക്തനിലേക്ക് നമുക്ക് ഉയർത്താം. ഓ ദൈവമേ, തീ കല്ലിനെ നീറവയാക്കി മാറ്റണമേ. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളാൻ തക്കവണ്ണം സർവശക്തി വ്യാപരിപ്പിക്കുന്നവനെ, ഇപ്പോൾ ഞങ്ങൾക്കെതിരെ അടഞ്ഞു കിടക്കുന്ന എല്ലാ അവസ്ഥകളിലേക്ക് ഉന്നത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ഓരോ ബാലികാ ബാലന്മാരെയും സ്വർഗത്തിന് ശക്തി കൊണ്ട് ഇപ്പോൾ പൊതിയണമേ. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിയട്ടെ. എല്ലാ ദുർസ്വഭാവങ്ങളും കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഈ കുട്ടികളെ കൂടെ ഉപദ്രവിക്കുന്ന എല്ലാ രോഗങ്ങളും ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഈ കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടാക്കി കൂടെ വരുന്ന എല്ലാ രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബത്തിൽ നിന്ന് പകർച്ചവ്യാധികളും രോഗപീഠകളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ബാലികാ ബാലന്മാർക്ക് അഭിഷേകം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സ്നേഹം നിറയട്ടെ. അനുസരണക്കേട്, പിടിവാശി, മർക്കട സ്വഭാവം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ കിടന്ന് പലതരത്തിലുള്ള ദുർപീഡകൾക്ക് വിധേയപ്പെടുന്ന എല്ലാ കുട്ടികളിൽ നിന്നും ബാലികാ ബാലന്മാരിൽ നിന്നും എല്ലാ ദുരദർശങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ആത്മാവിലണയാത്ത തിരിനാളമേ, അകലാതെ നീ എൻ്റെ അകതാരിൽ വരണേ, നിത്യമാം ജീവന്റെ വഴിയാകണേ. ഹല്ലേലൂയ, മറനാത്ത. Lord Jesus. എൻ്റെ പേര് സാലി, സ്ഥലം ഏറ്റുമാനൂർ. എനിക്ക് കിട്ടിയ വലിയൊരു ദൈവാനുഗ്രഹവും സാക്ഷ്യപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. എനിക്ക് തൊണ്ടയിൽ തടുപ്പ് കാണാൻ തുടങ്ങി. ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ കണ്ട ഉടനെ പറഞ്ഞു, ഇത് തൈറോയ്ഡ് ആണെന്ന് തോന്നുന്നു. ഉടനെ ബ്ലഡ് ടെസ്റ്റിനും സ്കാനിങ്ങിനും എഴുതി തന്നു. അത് ചെയ്തു. എൻ്റെ റിസൾട്ട് വന്നപ്പം തൈറോയ്ഡ് ആണ്. ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോഴേ എനിക്ക് പേടിയായി. അന്നേരം ഡോക്ടർ ഒരു സർജൻ്റെ അടുത്തേക്ക് വിട്ടു. സർജൻ ഈ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഓപ്പറേഷനുള്ള ഡേറ്റ് തീരുമാനിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അതിരമ്പുഴ കാരീസ് ഭവനിൽ സേവ്യർ ഖാൻ വട്ടായി അച്ഛൻ്റെ ധ്യാനം നടന്നത്. ഒരു അഭിഷേകാഗ്നി കൺവെൻഷൻ കാരീസ് ഭവനിൽ നടക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പൊ ചേച്ചി വന്നു. അങ്ങനെ ഞാൻ വന്നു. ഒരാഴ്ച ധ്യാനം കൂടി. മൂന്നാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, തൈറോയിഡിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു മകളെ യേശു സുഖപ്പെടുത്തുന്നു. അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ കൂടെ എൻ്റെ അടുത്തുള്ള 2 ചേച്ചിമാരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, സാലിയുടെ കാര്യമാണ് അച്ഛൻ പറയുന്നത്. അന്നു മുതൽ ഞാനായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞാൽ മാത്രം ഓപ്പറേഷൻ ഫിക്സ് ചെയ്യേണ്ട, നമുക്ക് വേറൊരു ഡോക്ടറെ കൂടെ പോയി കാണാമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുടെ അടുത്ത് പോയി കണ്ടു. ഡോക്ടർ ഈ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ വേണം, എന്തായാലും നമുക്കൊരു കൂടിയ സ്കാനിങ് ചെയ്യാം, വെളിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ്, അത് നടത്താമെന്ന് പറഞ്ഞു. ആ സ്കാനിങ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കഴിഞ്ഞ റിപ്പോർട്ടിൽ കാണുന്ന പോലൊന്നും ഇതിനകത്ത് കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷനും വേണ്ട, മരുന്നും വേണ്ട, ഇതിനകത്ത് പഴയ പോലെ ഒന്നും കാണുന്നില്ല. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം.
യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങൾ